ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജ്ഞാനം 24 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹല കൂലിയേ, മാസത്തിനോ അതോ വർഷത്തിനോ? ചോദിക്കുമ്പോൾ പുരികം ഒരു വശത്തേക്ക് വളയുന്നതിനൊപ്പം അയാളുടെ ചുണ്ടിൽ അശ്ലീലമായൊരു ചിരി വിടർന്നിരുന്നു. നയനയുടെ ദേഹം മരവിച്ചതുപോലെ ശക്തിയില്ലാതെയായി. അയാളുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പാൻ തോന്നി. ഒന്നിനും കഴിയാത്ത അവസ്ഥ. അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു. ആ കണ്ണുകൾ ചുവന്നു. നിവർന്നിരുന്നു വിരലുകൾ പിണച്ചു വെച്ച് അയാൾ ചുണ്ടോട് ചേർത്ത് ആ സൗന്ദര്യവും അവളുടെ പതർച്ചയും ആസ്വദിച്ചു. അവൾ മറുപടി പറയുമെന്ന് അയാൾ വൃദ്ധമായി പ്രതീക്ഷിച്ചു. അർജുൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അവൾ ആ ഫോൺ അയാൾക്ക് നേരെ നീട്ടി. ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി. ഫോൺ നിരസിച്ചുകൊണ്ട് അയാൾ വീണ്ടും സോഫയിൽ ചാരിയിരുന്നു. ആര് വന്നെന്നാ പറയേണ്ടത്? എന്ത് പരിഹാരം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, മുൻപിലിരിക്കുന്ന ഈ അസ്വസ്ഥത പെട്ടെന്ന് ഈ വീട് വിട്ടു പോയാൽ മതി. അല്ലാതെ ആട്ടിയിറക്കാനൊന്നും കഴിയില്ലല്ലോ. വിക്കിയുള്ളവളുടെ ചോദ്യം കേട്ട് അയാൾക്ക് ചിരിയാണ്. അവൻ്റെ തന്ത വന്നിട്ടുണ്ടെന്ന് പറ. ശിവമാധവ് ക്രൗര്യം നിറഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ അയാളുടെ കവിളുകൾ വിറച്ചു. പക്ഷേ നയനക്കൊന്നും പറയേണ്ടി വന്നില്ല. ഫോൺ എടുത്തതും അർജുൻ കേട്ടത് അയാൾ പറഞ്ഞതായിരുന്നു. നയനയുടെ മിഴികൾ വിടർന്നു വന്നു. പിതൃതുല്യനായ ഒരാളിൽ നിന്നാണോ താൻ ഇതൊക്കെ കേട്ടത്? മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനൊക്കെ ചോദിക്കാൻ ആ അച്ഛൻ എങ്ങനെ തോന്നി? ഇയാൾ ശരിക്കും അർജുനേട്ടൻ്റെ അച്ഛൻ തന്നെയാകുമോ? നയനക്കെന്തോ അയാളോട് അറപ്പ് തോന്നി. അയാളുടെ വെളിപ്പെടുത്തൽ കേട്ട് ജ്യൂസ് കൊണ്ടുവന്ന സീതയും ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കാണ്. അതോടെ സംശയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വീണ്ടും അവരുടെ മനസ്സിൽ കൂട്ടിയിട്ടു. ഒരു ചെറിയ ട്രേയിൽ വെച്ച ജ്യൂസ് ഗ്ലാസ് സീത ശിവന് നേരെ നീട്ടിയെങ്കിലും അയാൾ മൈൻഡാക്കിയില്ല. അതോടെ സീത ആ ഗ്ലാസ് അയാൾക്ക് തൊട്ടരികിൽ കിടക്കുന്ന ടീപ്പോയിൽ വെച്ചു. അപ്പോഴേക്കും ഉച്ചത്തിലും അതീവ ജാഗ്രതയിലുമുള്ള അർജുൻ്റെ ഹലോ വിളികൾ പുറത്തേക്ക് വന്നു. ഹലോ, അവളൊരു യന്ത്രം കണക്കെ മറുപടി പറഞ്ഞു. അയാൾ അവിടെ പ്രശ്നമുണ്ടാക്കിയോ? താൻ പേടിക്കണ്ട, ഞാൻ ഉടനെ എത്താം. അർജുൻ്റെ വെപ്രാളം നിറഞ്ഞ വാക്കുകൾ അത് അല്പമെങ്കിലും പുറത്തേക്കും കേൾക്കാം. നീ കിടന്ന് പെടക്കണ്ട ചെറുക്ക, നിന്റെ ഭാര്യയെ ഞാൻ തിന്നുകയൊന്നുമില്ലടാ. ആവേശത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഫോൺ അവളിൽ നിന്നും തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങി. നിങ്ങൾക്ക് എന്ത് വേണം? അർജുൻ്റെ രോഷം നിറഞ്ഞ ചോദ്യം. നീ ഇങ്ങോട്ട് വാ, ഡാഡ നിന്നെയൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മനസ്സിലൊരു കണക്ക് കൂട്ടലോടെ ചുണ്ടുകൾ മുറുക്കി വികൃതമായൊരു ചിരിയോടെ അയാൾ പറഞ്ഞു. അധികം വൈകിക്കാതെ അർജുൻ ഓഫീസിൽ നിന്നെത്തി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഡോർ പോലും അടക്കാതെ അകത്തേക്ക് കയറി. ശിവന്റെ സകല തോന്നിവാസങ്ങൾ അറിയുന്ന അർജുന് അങ്ങനെ ഓടി വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു. കോട്ടും സൂട്ടും ധരിച്ചു വന്ന ചെകുത്താനാണ് അയാൾ. വസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ ഈ മാന്യത. യഥാർത്ഥത്തിൽ തനി കൂതറയാ. വന്നു കയറുമ്പോൾ ശിവൻ ആ സോഫയിൽ തന്നെ ഇരിപ്പുണ്ട്. അവൻ്റെ ചുവടുകളുടെ ശബ്ദം കേട്ടതും അതുവരെ നോക്കിക്കൊണ്ടിരുന്ന ഫോണിൽ നിന്നും പതിയെ തല ഉയർത്തി. അർജുനാണെങ്കിൽ അണ്ണാങ്കുഞ്ഞിനെ പിടിക്കാൻ പോകുന്ന പൂച്ചയെ പോലെ അയാളെ സൂക്ഷിച്ച് പതുങ്ങിയാണ് വരവ്. പിറകിലേക്കൊന്ന് നോക്കിയപ്പോൾ അടുക്കള വാതിൽക്കൽ കൈ പിറകിലേക്ക് വെച്ച് ചാരി നിൽപ്പുണ്ട് നയന. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഡാം തുറന്നിട്ട പോലെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതിപ്പോൾ സോഫയിലിരിക്കുന്ന കടുവയെ കണ്ട് പേടിച്ചിട്ടാണോ, അയാൾ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചിട്ടാണോ എന്നൊന്നും വ്യക്തമല്ല. ആദ്യം ഈ ഇരിക്കുന്നവൻ്റെ ആഗമന ഉദ്ദേശം അറിയണം, അതിനുശേഷം ബാക്കി. അർജുൻ അടുത്തെത്തിയതും ശിവൻ എഴുന്നേറ്റു. മോൻ വാ, നമുക്ക് സംസാരിക്കാം. അവനിൽ നിന്നൊരു പൊട്ടിത്തെറി ഉറപ്പാണ്. പതിവുള്ള പോലെ മനസ്സിൽ തോന്നിയത് എന്തും മുഖത്ത് നോക്കി വിളിച്ചു പറയും. അതാ രണ്ട് സ്ത്രീകളുടെ മുമ്പിൽ വെച്ചാക്കി നാണം കെടണ്ട എന്ന് കരുതിയുള്ള കൂട്ടിക്കൊണ്ടു പോക്കാണ്. അർജുന് ശിവന്റെ ഉദ്ദേശം അയാളെക്കാളും അറിയാം.
രണ്ടുപേരും നടന്നു മുറ്റത്തെ പാർക്കിലെത്തി. നട്ടുച്ചയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലും അതിനേക്കാളേറെ ചുട്ടുപൊള്ളുന്നുണ്ട് അർജുൻ്റെ മനസ്സ്. അവൻ ഈ ലോകത്ത് വെറുക്കുന്ന രണ്ടു പേരിൽ ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നതിൻ്റെ അസ്വസ്ഥത മുഴുവൻ ആ മുഖത്തുണ്ട്. നീ എന്താ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറ്റിയത്? ഇതിപ്പോൾ ടൗണിൽ നിന്ന് ഇത്രയും റിമോട്ട് ഏരിയയിൽ വീടെടുത്ത് താമസിക്കേണ്ട കാര്യം എന്താണ്? പെട്ടെന്ന് ഓഫീസിൽ ചെല്ലേണ്ട വല്ല ആവശ്യങ്ങളുണ്ടായാൽ എന്തു ചെയ്യും? ശിവൻ അവൻ്റെ മുഖാമുഖം നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് വലതു കൈ പോക്കറ്റിലിട്ടു. അങ്ങനെ അങ്ങ് ഓടിച്ചെല്ലാൻ മാത്രം അവിടെ മാസം തികഞ്ഞ ആരും കിടപ്പില്ലല്ലോ. അവൻ്റെ പറച്ചിൽ അയാളിൽ ഉണ്ടാക്കിയ അമർഷം തെല്ലൊന്നുമല്ല. എങ്കിലും ഇനി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം ഓർത്ത് അയാൾ ക്ഷമിച്ചു. അർജുൻ്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ തിരിഞ്ഞു നിൽപ്പാണ്. തലയിൽ കൊണ്ടിട്ടത് എന്ത് വലിയ വള്ളിക്കെട്ടാണെങ്കിലും അതൊക്കെ അങ്ങ് അറുത്തു മാറ്റി ആ പെണ്ണിനെ പറഞ്ഞു വിട്ടോണം. എന്നിട്ട് നീ എൻ്റെ കൂടെ വരണം. ഞാൻ ഇന്നേ വരെ നിന്നോടൊന്നും അപേക്ഷിച്ചിട്ടില്ല, പക്ഷെ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഈ ഡാഡിയെ നീ ഇപ്പോൾ അനുസരിച്ചേ പറ്റൂ. നിന്റെ കൂടെ കഴിഞ്ഞതിന് അവൾക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. നീ പറഞ്ഞു വിട്ടാൽ മതി. ബാക്കി കാര്യങ്ങൾ ഡാഡ നോക്കിക്കോളാം. ശിവൻ അയാൾക്ക് മുമ്പിൽ തിരിഞ്ഞു നിൽക്കുന്നവൻ്റെ മുമ്പിലേക്ക് ചെന്നു. അവളെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല എനിക്ക്. ദൂരേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയത് അയാൾ ശ്രദ്ധിച്ചു. അതെന്താടാ, കൈവിട്ടു പോയോ? ഗർഭമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള പണിയും നോക്കാം. ശിവൻ അവൻ്റെ കാതോരം വന്ന് പറഞ്ഞു. നിങ്ങൾക്കതൊക്കെ വലിയ വശമായിരിക്കുമല്ലേ? അല്ല, ഇതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? നിങ്ങൾ എൻ്റെ ആരാ? ജീവിക്കാൻ സ്വൈര്യം തരാതെ നിങ്ങൾ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഒരു കരടായി പിറകെ കൂടിയിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എവിടെ പോയി എന്ത് ചെയ്യുന്നുവെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? നിങ്ങളുടെ ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. പറഞ്ഞവൻ കൈ കൂപ്പിപ്പോയിരുന്നു. അർജുൻ, ഞാൻ നിന്റെ ഡാഡയാണ്. നീ എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ ഡാഡ നിന്റെ മുൻപിൽ വരില്ല. തന്ത്രശാലിയായ അയാളുടെ ഓരോ വാക്കുകളും അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിന്റെ വിവാഹം ഈ ഡാഡക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ തേടി വന്നത്. ഇഷാനി, നിന്നെ മാത്രം സ്വപ്നം കണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുകയാണ് ആ പാവം പെണ്ണ്. അവളുടെ കണ്ണുനീർ നീ കാണാതെ പോകരുത്. മനസ്സിൽ ഇത്തിരി പോലും ആത്മാർത്ഥതയില്ലാത്ത ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും കേട്ട് അർജുന് സത്യത്തിൽ ചിരിയാണ് വന്നത്. നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം എപ്പോൾ നടത്താമെന്ന് ചോദിച്ച് അളിയനും ശിവതയും വിളിയോട് വിളിയാണ്. ഞാൻ അവരോട് എന്തു മറുപടി പറയണം? ശിവൻ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യത്തെ അമർത്തിപ്പിടിച്ച് പല്ല് ഞെരിച്ചു. സ്ത്രീധനം എത്ര പറഞ്ഞുറപ്പിച്ചു? അർജുൻ താട ചൊറിഞ്ഞു. ശിവമാധവനും മകനും മരുമോളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനം കൊണ്ട് കാര്യം നടത്തേണ്ട ഗതികേടൊന്നുമില്ല. വിരലൊന്ന് ഞൊടിച്ചുകൊണ്ട് ശിവൻ ഗാർഡനിലെ മരത്തണലിലിട്ട ബെഞ്ചിലേക്കിരുന്നു. എന്നാ മമ്മയെ തോൽപ്പിക്കാനായിരിക്കും. അല്ലാതെ മകന് നന്മ വരണമെന്ന് കരുതി ശിവമാധവൻ ഒരിക്കലും ഇതിന് പുറപ്പെടില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അർജുൻ കൈകൾ പിണച്ചു കെട്ടി അയാളെ പരിഹാസത്തോടെ നോക്കി. ശിവൻ അവനെ മുഖമുയർത്തി നോക്കിയതും മുഖം തിരിച്ചു. എന്താണ് നിനക്ക് നിന്റെ മമ്മയോടൊരു സോഫ്റ്റ് കോർണർ? ഈ കണ്ട കാലമത്രയും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവർ? എന്നോട് അകൽച്ച കാണിക്കുന്നത് പോട്ടെന്ന് വെക്കാം, നീ അവരുടെ മകനല്ലേ? തൊള്ളയാണത്രേ തള്ള. മുഷ്ടികൾ ചുരുട്ടി അയാൾ വീണ്ടും ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഒരുപാട് ആത്മാർത്ഥത വിളമ്പി സമയം കളയണ്ട, പോകാൻ നോക്ക്. നിങ്ങൾ ചെയ്തതും അവർ ചെയ്തതും ഒരേ തെറ്റാണ്. രണ്ടും തൂക്കി നോക്കി നാണം കെടാൻ നിൽക്കണ്ട. അർജുൻ ഒന്ന് കുനിഞ്ഞു തൻ്റെ മുൻപിലിരിക്കുന്ന ശിവന്റെ മിഴികളിലേക്ക് മിഴികൾ കോർത്തു. എടാ അർജുന, നീ ആ ചെള്ളു പെണ്ണിനെ കണ്ടിട്ടാണ് ഈ കിടന്ന് ചിലക്കുന്നതെങ്കിൽ നിമിഷ നേരം മതി ശിവൻ ആ ഒരുമ്പട്ടവളെ ഇല്ലാതാക്കാൻ. ശിവൻ വിരൽ ഞൊടിച്ചു. അറിയാം, നിങ്ങളൊരു ചെകുത്താനാണെന്ന് അയാളുടെ കണ്ണുകൾ നോക്കി പറഞ്ഞുകൊണ്ട് അർജുൻ തിരിഞ്ഞു നിന്നു. വെയിൽ കൊണ്ട് ഉണക്കമുന്തിരിയാവാൻ നോക്കാതെ പോവാൻ നോക്ക്. അർജുൻ തിരിഞ്ഞു നടക്കുന്നതിനിടയിലെ ഉറക്കെ പറയുന്നുണ്ട്. രാത്രി അർജുൻ്റെ നെഞ്ചോരം ചാരിക്കിടക്കുമ്പോഴും മനസ്സ് നിറയെ അർജുൻ്റെ ഡാഡ പറഞ്ഞിട്ട് പോയ വാക്കുകളായിരുന്നു.
പുറത്തുനിന്ന് നോക്കുന്ന എല്ലാ ആളുകളും തന്നെ അങ്ങനെ ആയിരിക്കുമോ കാണുന്നുണ്ടാകുക എന്നവൾ ചിന്തിച്ചു. ഉള്ളിലെ ദുഃഖം കണ്ണീരായി പെയ്തു. നെഞ്ചിൽ നനവറിഞ്ഞതും വെറുതെ കണ്ണടച്ച് കിടന്നവൻ കണ്ണു തുറന്നു. ഡാഡയുമായിട്ട് എന്താ വഴക്ക്? ചോദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടും ചോദിച്ചു പോയി. ഡാഡയുമായിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം താൻ തൻ്റെ പ്രശ്നങ്ങളും കൊണ്ട് നടന്നു. എൻ്റെ പ്രശ്നങ്ങളും കൂടി തലയിൽ കെട്ടി ഉള്ള സമാധാനം കൂടി കളയണ്ട. അവൻ്റെ മറുപടി അങ്ങനെ കൂടി ആയതോടെ നയനക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നായിപ്പോയി. നാളെ പോയാലോ ഇയാളുടെ നാട്ടിലേക്ക്? എൻ്റെ നയനൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക്. അവൻ പതിയെ അവളുടെ മുതുകിൽ തടവി. നാളെയോ? അവൾ പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി. നാളെ എന്താ പോകണ്ടേ? അവൻ ആ നെറ്റിയിൽ നെറ്റികൊണ്ടും ഒന്ന് മുട്ടിച്ചു. പോകണം, പക്ഷേ അർജുനേട്ടൻ വന്നാൽ ശരിയാവില്ല. അതെന്താ? അവൻ ചോദ്യഭാവത്തിൽ അവളിൽ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാഞ്ഞിരുന്നു. അതെന്താന്നോ? അപ്പച്ചൻ അമ്മച്ചിയോട് എന്തു പറയും? അവൾ കണ്ണു കുറിപ്പിച്ച് എഴുന്നേറ്റിരുന്നു. നീ എന്തൊക്കെയാ പെണ്ണുമ്പിള്ള ഈ പറയുന്നത്? എനിക്കൊന്നും തിരിയുന്നില്ല. ആ കുറുമ്പ് കയറിയ മുഖം അവൻ ഇടം കണ്ണിട്ട് നോക്കി. അർജുനേട്ടൻ എൻ്റെ കൂടെ വന്നാൽ അപ്പച്ചനും അമ്മച്ചിയും ചോദിക്കില്ലേ ഇതാരാന്ന്? അങ്ങനെ പറഞ്ഞ് അവനെ ഒഴിവാക്കുന്നതിൽ അവൾക്കും ദുഃഖമുണ്ട്. വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചായക്കടയുണ്ട്. സകല പരദൂഷണം നടക്കുന്ന ഇടം. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് ഉറ്റു നോക്കാനായിട്ട് ചായക്കടയിൽ കുറേ കണ്ണുകളുണ്ടാകും. കൈയും രണ്ടും ചുരുട്ടി ഉണ്ടക്കണ്ണു വിടർത്തി പറയുന്നവളുടെ ഭാവം കണ്ട് അർജുൻ ഉറക്കെ ചിരിച്ചു. അവർ ചോദിക്കട്ടേന്ന്, ഞാൻ കൊടുത്തോളാം മറുപടി. ഹായ് അപ്പച്ച അമ്മച്ചി, എൻ്റെ പേര് അർജുൻ, നയനയുടെ ഭർത്താവാണ്. അർജുൻ കൈ നീട്ടി നയനയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അയ്യടാ, അതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പച്ചൻ്റെ കയ്യിലുള്ള നീളം തോട്ടിക്കൊണ്ടൊരു വരവായിരിക്കും. അപ്പച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം അർജുൻ ശ്രദ്ധിച്ചു. അപ്പച്ചൻ ഭയങ്കര ടെററാ. അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചിരുത്തി. ഏയ് പാവാ. അപ്പച്ചൻ മാത്രമല്ല അമ്മച്ചി. അവരെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ അർജുനേട്ടനോട് അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞത്. അവൾ ഒരു കുഞ്ഞിനെ പോലെ അവനോട് ഒട്ടിയിരുന്നു. വല്ലാത്തൊരു സുരക്ഷിതത്വം ഈ ചേർത്തു പിടിക്കലിനുണ്ട്. നയന ഭാഗ്യം ചെയ്തവളാ. നല്ലൊരു അപ്പച്ചനെയും അമ്മച്ചിയെയും കിട്ടിയില്ലേ. അർജുൻ അവളുടെ വലത് കരം കയ്യിലെടുത്ത് പിന്നെ അതിലൊന്ന് പതിയെ മുത്തി. സീതേച്ചിയും പറഞ്ഞു അങ്ങനെ. എന്തു പറഞ്ഞു? ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഭാഗ്യവതിയാണെന്ന്. ചുണ്ടുകൾ കൂട്ടിക്കടിച്ചുകൊണ്ട് തല താഴ്ത്തി പറഞ്ഞവളുടെ ഇരു കവിളിൽ പിടിച്ചവൻ ഉയർത്തി. ഭർത്താവോ? അവനെ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അർജുന്റെ കൃഷ്ണമണികൾ ഇരുവശത്തേക്കും ചലിച്ചു. ഉത്തരം കിട്ടാതെ അവൾ അവനിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാലുകൾ നെട്ടി നിരങ്ങി ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുനിയുന്നവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ ബെഡിലേക്ക് മറിച്ചിട്ടു. പറയടോ, ആരാ നിന്റെ ഭർത്താവ്? അർജുനേട്ടനാണ് എൻ്റെ ഭർത്താവ് എന്ന് അവളുടെ നാവിൽ നിന്നും കേൾക്കാനുള്ള പ്രകടനങ്ങളാണ്. വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. മലർന്ന് കിടക്കുന്ന അവളുടെ നീളം കൈകൾ ബെഡിൽ അമർത്തി പിടിച്ചുകൊണ്ടവൻ അവളുടെ ദേഹത്തേക്ക് ചേർന്നു. അവളുടെ ഇടം കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും ഇക്കിളി പൂണ്ടവൾ നറുചിരിയോടെ തല ചിരിച്ചതും അവൻ വലം കഴുത്തിൽ ചുംബിച്ചു. തുടരും. അപ്പോൾ നയനത്തിൻ്റെ അടുത്ത ഭാഗവുമായി ഉടനെ വരാട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മുത്തുമണികളെ, നിങ്ങൾ വേഗം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കൂടെ ഞാനുണ്ടാവും. എല്ലാവരോടും നന്ദി. ഓക്കേ.